കേട്ടാൽ ഒരുപോലെ തോന്നിക്കുന്ന എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള അതിൻ്റെ ഉച്ചാരണം ഒരുപോലെ നമുക്ക് തോന്നാം, പക്ഷേ അതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. അതുപോലുള്ള 4 വാക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തേത് എക്സ്പെക്റ്റ് എന്നുള്ള വാക്കാണ്. എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുക. നമുക്കെല്ലാവർക്കും പൊതുവിൽ അറിയാവുന്ന ഒരു വാക്ക് കൂടിയാണ്. എക്സ്പെക്റ്റേഷൻ, നമ്മളുടെ പ്രതീക്ഷകൾ. പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടാവാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടാവാം. അതുപോലെയുള്ള സംഗതികൾ നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ട് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ I have seen a lot of advertisement about this program, and when I reached the event location, it was not up to my expectation. അല്ലേ, ഞാൻ അതിൻ്റെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടപ്പോൾ വലിയൊരു പ്രോഗ്രാമാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ലൊക്കേഷനിൽ ചെന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അത്ര വലിയൊരു പരിപാടിയൊന്നും ആയിരുന്നില്ല എന്നർത്ഥം. മറ്റൊരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഐ ഹാവ് വിസിറ്റേഴ്സ് ടുമോറോ, ഐ എക്സ്പെക്റ്റ് മേ ബി 10 വിസിറ്റേഴ്സ് ടുമോറോ, അങ്ങനെ പറയാം. വേറൊരു സന്ദർഭം നമുക്ക് എക്സ്പെക്റ്റ് ഉപയോഗിച്ചിട്ട് പറയാം. ഐ ഡിഡ് നോട്ട് എക്സ്പെക്റ്റ് ഇറ്റ് ടു റെയിൻ ടുഡേ. ടുഡേ മോർണിംഗ് ഇറ്റ് വാസ് സണ്ണി ആൻഡ് ഇറ്റ് വാസ് സോ ബ്രൈറ്റ് ആൻഡ് ഐ ഡിഡ് നോട്ട് എക്സ്പെക്റ്റ് ഇറ്റ് ടു റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യുമെന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മഴ പെയ്യുകയാണ്. രാവിലെ ഭയങ്കര നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇറ്റ് വാസ് ക്ലിയർ സ്കൈ in the morning, but by the towards the evening, what happened? It started becoming dark and it started raining. So I did not expect it to rain. അപ്പോൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതും എക്സ്പെക്റ്റ് ചെയ്യാത്തതും ഒക്കെ നമുക്ക് ഈ വാക്കുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി മറ്റൊരു വാക്ക് ഇതിനോട് ഒരുപോലെ തോന്നുന്ന ഒരു വാക്കാണ് എക്സെപ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തേത് എക്സ്പെക്റ്റ് ആണ്, ഇത് എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴികെ എന്നുള്ള ഒരു മീനിങ് ആണ്. അത് ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്സെപ്റ്റ് ഹിം എവ്രിബഡി കെയിം ഫോർ ദ പാർട്ടി, അല്ലേ, എല്ലാവരും വന്നു പക്ഷേ അവൻ മാത്രം വന്നില്ല. ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഇൻവൈറ്റഡ് എവ്രി വൺ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീ ഡിഡ് നോട്ട് കം ടു ദ പാർട്ടി. ഹീ കുഡിൻറ്റ് കം ടു ദ പാർട്ടി ആൻഡ് റെസ്റ്റ് എവ്രിബഡി ഹാസ് കം ടു ദ പാർട്ടി. സോ എല്ലാവരും വന്നു, അവൻ മാത്രം വന്നില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാവാം, അല്ലേ. പിന്നെ മറ്റൊരു സന്ദർഭം എക്സെപ്റ്റ് എന്ന് നമുക്ക് പൊതുവേ നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 ഐറ്റം നമ്മൾ ഓർഡർ ചെയ്യുന്നു. ബട്ട് ഔട്ട് ഓഫ് ഇറ്റ് സംടൈംസ് വാട്ട് ഹാപ്പൻസ് 9 out of 10 ആർ ഡെലിവേർഡ്, ബട്ട് one of those ordered items it is not delivered, അല്ലെങ്കിൽ it won't be delivered on time. So except one item, rest of everything has been delivered. Rest of the items have been delivered. അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു സന്ദർഭം, ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലെങ്ത് കൂടുമെന്ന് എനിക്ക് അറിയാം, പക്ഷേ ഇത് മനസ്സിലാകാനും കൂടുതൽ ആളുകൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ് കൂടുതൽ എക്സാമ്പിൾസ് പറയുന്നത്. ഐ ഹാവ് അസൈൻഡ് ദ ടാസ്ക് ടു 4 of them and except you two, except 2 of you, no need to do the task. അല്ലെങ്കിൽ 2 പേര് ഒഴികെ ബാക്കി എല്ലാവരും ഈ ടാസ്ക് ചെയ്യണം എന്ന് അർത്ഥം. അങ്ങനെ എക്സെപ്റ്റ് യു ആൻഡ് ദി അതർ പേഴ്സൺ യു ഡോണ്ട് നീഡ് ടു ഡു ബിക്കോസ് ഐ എം ഗോയിങ് ടു ഗിവ് യു എ ന്യൂ ടാസ്ക്. ദി അതേഴ്സ് ദേ ഹാവ് ടു ഡു ദ ടാസ്ക്. സോ അങ്ങനെ ഈ വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ തോന്നുന്ന മറ്റൊരു വാക്കാണ് എക്സെംപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു എം ലെറ്ററും കൂടെ കടന്നു വരുന്നുണ്ട്. എക്സെംപ്റ്റിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം ഒഴികെ എന്നല്ല, ഒഴിവാക്കി എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. ഒഴിവാക്കി. എക്സെംപ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി എന്ന് പറയുന്നതിനാണ്. അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എക്സെംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീയിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്നാവാം. അങ്ങനെയൊക്കെ നമ്മളെ മറ്റുള്ളവർക്കൊക്കെ അത് ബാധകമാണ്, നിങ്ങൾക്ക് അത് ബാധകമല്ല. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് യു ആർ എക്സെംപ്റ്റഡ് ടു പേ ദ ഫീ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എവ്രിബഡി ഹാസ് ടു പേ ദ ഫുൾ എമൗണ്ട്, അല്ലെങ്കിൽ എവ്രിബഡി ഹാസ് ടു പേ ദ ഫുൾ എമൗണ്ട് ഫോർ ദ ടിക്കറ്റ്, റൈറ്റ്? But only the school going students or the college students, they are exempted from paying the
full amount. They can pay only a few, a certain percentage of the total cost. അല്ലേ, 10 രൂപയാണെങ്കിൽ അതിൽ 3 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ അതിൽ 50 രൂപ കൊടുത്താൽ മതിയാകും സ്റ്റുഡൻസിന്. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും മുഴുവൻ എമൗണ്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അല്ലെങ്കിൽ അതുപോലെയുള്ള ഇവൻറ്റുകൾ, ഇതിലേക്കൊക്കെ ചിലപ്പോൾ സീനിയർ സിറ്റിസൺസിന് അവർക്ക് ഒരു എക്സംഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫീ കൊടുക്കുന്നതിന് വല്ല സൂവിലേക്ക് അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക്, അവിടെയൊക്കെ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എക്സംഷൻ, ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം പേയിങ് ഫീ ഫോർ ദ എൻട്രി, അല്ലെങ്കിൽ അകത്തേക്ക് കിടക്കാനുള്ള ഫീ കൊടുക്കുന്നതിന് അവർ മാത്രം എക്സംപ്റ്റഡ് ആണ്. അതുപോലെ വലിയ കമ്പനികൾക്ക് ടാക്സ് ഗവൺമെൻറ് ഈടാക്കാറുണ്ട്. അതുപോലെ പിന്നെ ചില സമയത്ത് ടാക്സ് കൂട്ടാറുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ചെറിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് പോലെയുള്ള സംരംഭങ്ങൾക്ക് അവർക്കൊന്നും ഈ ഒരു ടാക്സ് ബാധകമാകില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പറയാം? ദീസ് കമ്പനീസ് വിച്ച് ആർ ഹാവിങ് ടേൺ ഓവർ more than 1 million അല്ലെങ്കിൽ 1 crore, they have to pay tax. But those who are not within that category, they are not earning that much, for them there is no need to pay tax. They are exempted. അല്ലെങ്കിൽ small scale businesses are exempted from paying the tax. അങ്ങനെ ഈ ഒരു 4 വാക്ക് നമുക്ക് പഠിച്ചു വെക്കാം. ആദ്യത്തേത് എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് എക്സെപ്റ്റ്, ഒഴികെ എന്നുള്ളത്. മൂന്നാമത്തേത് എക്സെംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ഒരു വാക്ക് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് അക്സെപ്റ്റ് എന്നുള്ളതാണ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മുന്നേ നമ്മൾ എഗ്രി ചെയ്തു, അത് ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ള ഒരു വേർഡ് മീനിങ് ഉള്ള വേർഡാണ്. ഇതൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യേന ഒരു സാമ്യമുള്ളതുപോലെ നമുക്ക് തോന്നാം. പക്ഷേ ഓരോന്നിൻ്റെയും സന്ദർഭവും ഓരോന്നിൻ്റെയും സിറ്റുവേഷനും വ്യത്യസ്തമാണ്. അവിടെ നമ്മൾ നോക്കി സാഹചര്യത്തിന് സിറ്റുവേഷൻ അനുസരിച്ച് ഈ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അക്സെപ്റ്റിന് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ അക്സെപ്റ്റ് യുവർ അപ്പോളജി, നിങ്ങളുടെ ക്ഷമാപണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ ഐ ക്യാൻ നോട്ട് അക്സെപ്റ്റ് വാട്ട് യു ആർ സെയിങ്, ഇന്നലെ നീ മറ്റൊന്ന് പറഞ്ഞു, അതിനു മുൻപ് മറ്റെന്തൊക്കെയോ പറഞ്ഞു, ഇന്ന് നീ വീണ്ടും മറ്റെന്തൊക്കെയോ പറയുന്നു. ഓരോ പ്രാവശ്യം പറയുന്നതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. ഐ ക്യാൻ നോട്ട് അക്സെപ്റ്റ് വാട്ട് യു ആർ സെയിങ് ഓൺ എ ഡെയിലി ബേസിസ്, ഓരോ ദിവസവും ഡേ ആഫ്റ്റർ ഡേ വാട്ട് യു ആർ സെയിങ് ഐ ക്യാൻ നോട്ട് അക്സെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഐ ക്യാൻ നോട്ട് അക്സെപ്റ്റ് എന്നപോലെ തന്നെ ഐ ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. ഐ എം ഗോയിങ് ടു സെൻഡ് യു ആൻ ഓഫർ ലെറ്റർ, ജസ്റ്റ് സീ ഇഫ് യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. ജസ്റ്റ് റിവ്യൂ ദ ഓഫർ ലെറ്റർ ആൻഡ് സി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഒരു ജോബ് ഓഫർ എനിക്ക് കമ്പനി അയച്ചു തരികയാണ്. അപ്പം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമോ അക്സെപ്റ്റ് ചെയ്യേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാനത് സൈൻ ചെയ്ത് തിരിച്ച് അയക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താ പറയാം? ഐ ഹാവ് accepted the offer letter and I have sent it back to you. So I am ready to join the company tomorrow onwards or immediately. So please confirm, എനിക്ക് ജോബ് ഓഫർ ലെറ്റർ ഞാൻ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട് എന്ന് നമുക്ക്, ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് സിറ്റുവേഷനുകളിൽ നമുക്ക് ഈ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ പുതിയ എക്സാമ്പിളുകൾ, പുതിയ സിറ്റുവേഷനുകളിൽ ഈ വാക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അത് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഇതുപോലുള്ള നല്ല സാമ്യമുള്ള വാക്കുകൾ അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ള വാക്കുകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരാം. താങ്ക് യു.